സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം പകർന്ന ഇസ്ലാമിക വിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിച്ചു. തിരുവനന്തപുരം ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച തലസ്ഥാനത്തെ ഈദ് നമസ്കാര ചടങ്ങുകൾക്ക് പാളയം ഇമാം വി.പി. ഷുഹൈബ് മൗലവി നേതൃത്വം നൽകി. നിസ്കാര ചടങ്ങുകൾക്ക് ശേഷം പരസ്പരം ആലിംഗനം ചെയ്തും ആശംസയർപ്പിച്ചും വിശ്വാസികൾ പെരുന്നാളിനെ വരവേറ്റു. ഇബ്രാഹിം നബിയുടെ അടിയുറച്ച വിശ്വാസത്തിന്റെയും സഹനത്തിന്റെയും ഓർമ്മ പുതുക്കി ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് ബലിപ്പെരുന്നാൾ ആഘോഷിക്കുന്നത്. പെരുന്നാളിനോടനുബന്ധിച്ചുള്ള ഈദ് നമസ്കാരം തിരുവനന്തപുരം പാളയം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നടന്നു. രാവിലെ 7:30 നടന്ന ഈദ് നമസ്കാരത്തിൽ ആയിരങ്ങളാണ് പങ്കെടുത്തത്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും നമസ്കരിക്കാൻ പ്രത്യേകം സ്ഥലങ്ങൾ തയ്യാറാക്കിയിരുന്നു. പാളയം ഇമാം വി.പി. ഷുഹൈബ് മൗലവി വിശ്വാസികൾക്ക് ഈദ് ദിന സന്ദേശം നൽകി. മനുഷ്യത്വരഹിതമായ സംഭവമാണ് പഹൽഗാമിൽ നടന്നതെന്ന് പാളയം ഇമാം പറഞ്ഞു. മനുഷ്യരെ അന്യായമായി വധിക്കുന്നത് പൈശാചികമെന്ന് പാളയം ഇമാം പറഞ്ഞു. മതപരമായി രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ സാധിക്കില്ലെന്ന് ഭീകരാക്രമണത്തിലൂടെ നാം കണ്ടുവെന്നും ഭീകരതയ്ക്കെതിരായ സൈനിക നടപടി പ്രശംസനീയമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വൃദ്ധരായ മാതാപിതാക്കളും ഭാര്യാസന്താനങ്ങളും അടങ്ങിയ സ്വന്തം കുടുംബത്തെ പോറ്റാൻ കുതിരസവാരി നടത്തി ജീവിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. ഭീകരവാദികൾ തന്റെ കൂടെ യാത്ര ചെയ്യുന്ന ടൂറിസ്റ്റുകൾക്ക് നേരെ നിറയൊഴിച്ചപ്പോ, വെടിയുതിർത്തപ്പോ ആ പാവപ്പെട്ട മനുഷ്യൻ ചോദിച്ച ഒരു ചോദ്യമുണ്ട്: എന്തിനാണ് ഈ പാവങ്ങളെ, നിരപരാധികളെ നിങ്ങൾ കൊന്നുകളയുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് തോക്ക് പിടിച്ചു വാങ്ങിയപ്പോഴാണ് പ്രകോപിതരായ ഭീകരർ ആദിലിനെ കൊന്നത്. ആദിൽ ഹുസൈൻ ഷാ സയ്യിദ് ആ മനുഷ്യനെ കൊന്നത് എന്ന് നമുക്കറിയാം. തുടർന്ന് ഭീകരതയ്ക്കെതിരെ നടന്ന സൈനിക നടപടിയും ഏറെ പ്രശംസനീയമാണ്. അക്രമങ്ങൾക്കെതിരെ നമ്മുടെ രാജ്യം ഒറ്റക്കെട്ടാണെന്ന് വിളിച്ചു പറയാൻ ഈ സൈനിക നടപടികൾക്കായി എന്നുള്ളതാണ്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ സൈനികർക്കും ആദരവോടുകൂടി നാം നന്ദി അർപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, നിസ്കാര ചടങ്ങുകൾക്ക് ശേഷം വിശ്വാസികൾ പരസ്പരം ആലിംഗനം ചെയ്തും അഭിവാദ്യം അർപ്പിച്ചും ആശംസകൾ കൈമാറി. ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിന് പുറമെ സെൻട്രൽ സ്റ്റേഡിയം, മണക്കാട് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ, വള്ളക്കടവ് തുടങ്ങിയ സ്ഥലങ്ങളിലും ഈദ് നമസ്കാരം നടന്നു. ജനം, തിരുവനന്തപുരം.